കൈതോല ചെടികളുടെ നാശം കൈതോല നെയ്യുന്നവരുടെ ജീവിതം വഴിമുട്ടിക്കുക മാത്രമല്ല, പ്രകൃതിയുടെയും ജീവജാലങ്ങളുടെയും നാശത്തിനും കാരണമാവുകയാണെന്ന് പഠനത്തിലൂടെ തെളിയിച്ച് ആലപ്പടമ്പ ഏറ്റുകുടുക്കയിലെ ശ്രീലക്ഷ്മി പ്രഭാകർ. ചീമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയായ ശ്രീലക്ഷ്മി 1 വർഷത്തോളം നീണ്ട പഠനത്തിലൂടെയാണ് വിശദമായ പഠന തീസിസ് തയ്യാറാക്കിയിരിക്കുന്നത്. കൈതോല ചെടികളുടെ നാശം കൈതോല നെയ്യുന്നവരുടെ ജീവിതം വഴിമുട്ടിക്കുക മാത്രമല്ല, പ്രകൃതിയുടെയും ജീവജാലങ്ങളുടെയും നാശത്തിനും കാരണമാവുകയാണെന്ന് പഠനത്തിലൂടെ തെളിയിച്ചിരിക്കുകയാണ് ആലപ്പടമ്പ ഏറ്റുകുടുക്കയിലെ ശ്രീലക്ഷ്മി പ്രഭാകർ. കയ്യൂർ ചീമേനി പഞ്ചായത്തിലെ പയ്യാറട്ട് പ്രദേശത്തെ കോളനിക്കാരുടെ ജീവിതത്തെയാണ് പഠന വിധേയമാക്കിയത്. പരമ്പരാഗത തൊഴിൽ നഷ്ടമായി. ഒപ്പം തന്നെ കൈതോല ചെടികളൊക്കെ പതിയെ കാണാമറയത്തേക്ക് നീങ്ങുന്നു. ഇവയുടെ നാശം ശുദ്ധജലത്തിന്റെ നാശത്തിലും ആവാസ വ്യവസ്ഥയുടെ താളം തെറ്റലിലും എത്തി നിൽക്കുന്നു. പണ്ടാനസ് കാൻറസ് വിഭാഗത്തിൽപ്പെട്ട കൈതോല ചെടിയുടെ പൊയ്ക്കാൽ വേരി ചെടിയെ താങ്ങി നിർത്തുന്നതോടൊപ്പം കയ്യാല സംരക്ഷണവും അതുപോലെ വിത്തി സംരക്ഷണവും ചെയ്യുന്നുണ്ട്. കൈതോല ചെടിയുടെ അടുത്ത് നിരവധി ജീവജാലങ്ങളെയും കാണാൻ സാധിച്ചു. കൈതോല ചെടിയുടെ ഇലയിൽ ഫ്ലാവനോയിഡും ഫിനോളിക്കും ആയ ആൻറ്റി ഓക്സിഡൻ്റായ കണ്ടൻറ്റുകൾ പരീക്ഷണത്തിലൂടെ കണ്ടെത്താൻ സാധിച്ചു. അതുപോലെ കൈതോല ചെടിയുടെ അടുത്ത് വേനൽക്കാലത്ത് നിരവധി ജലവും കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും കർഷക തൊഴിലാളികളുടെയും സഹായത്തോടെ തോട്ടിൻ്റെ ഇരുകരകളിലും കൈതോല ചെടി വച്ചുപിടിപ്പിക്കുകയും ചെയ്തു. അതുപോലെ കുടുംബശ്രീകളിലും മറ്റ് പൊതുസ്ഥാപനങ്ങളിലും കൈതോലച്ചെടിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ലഘുലേഖ വിതരണം ചെയ്യുകയും പഞ്ചായത്തിലൊരു നിവേദനം നൽകുകയും ചെയ്തു. തെർമോമീറ്റർ, മണ്ണ് പരിശോധന തുടങ്ങി പല മാർഗങ്ങളിലൂടെയാണ് ശ്രീലക്ഷ്മി പഠനം നടത്തിയത്. ചീമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയായ ശ്രീലക്ഷ്മി 1 വർഷത്തോളം നീണ്ടുനിന്ന പഠനത്തിലൂടെയാണ് വിശദമായ പഠന തീസിസ് തയ്യാറാക്കിയിരിക്കുന്നത്. പ്രഭാകരൻ ഷീജ ദമ്പതികളുടെ മകളാണ്. സഹോദരൻ അക്ഷയ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.